കാഫിറാക്കൽ പ്രശ്നമാണ്. കാഫിറാക്ക, മുജാഹിദുകൾ സർവ്വ ആളുകളെയും കാഫിറാക്കാണ്, എല്ലാ മുസ്ലിമീങ്ങളും എല്ലാവരെയും കാഫിറാക്കാണ് എന്നാണ് പേരോടിന്റെ വാദം. മാത്രല്ല നമ്മളത് പറഞ്ഞു, അത് വിശദീകരിച്ചു, ഓരോ കാര്യവും അതിനെ സംബന്ധിച്ച് പറഞ്ഞു. ആ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു, കാഫിറാക്കൽ നിങ്ങൾ തന്നെയാണ്, നിങ്ങൾ തന്നെയാണ് കാഫിറാക്കുന്നത്. KV മുഹമ്മദ് മുസ്ലിയാരെ നിങ്ങൾ കാഫിറാക്കിയിട്ടില്ലേ, നിങ്ങൾ കാഫിറാക്കിയിട്ടില്ലേ എന്ന് വളരെ കൃത്യമായി തന്നെ നമ്മൾ ചോദിച്ചിരുന്നു. സിറാജ് വായിച്ചിട്ടാണ് ചോദിച്ചത്, സിറാജിൽ നിന്നാണ് നമ്മൾ വായിച്ചത്. എന്തായിരുന്നു അന്ന് കേൾപ്പിച്ചത്? കൃത്യമായി നമ്മളത് കേൾപ്പിച്ചു. സിറാജിലെ ലേഖനത്തിൽ എന്താണ് വായിച്ചത്? ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധജടിലവും തോന്നിവാസവുമാണെന്നും അതെഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. കണ്ടോ, ഇതാണ് നമ്മൾ അന്ന് സിറാജ് എടുത്താണ് വായിച്ചത്. സിറാജ് എടുത്ത് വായിക്കുമ്പോ മൂപ്പര് പറയാണ്, ഏതോ രാഷ്ട്രീയക്കാരൻ എഴുതിയതാണ്. സിറാജിലെ ഏതോ രാഷ്ട്രീയക്കാരൻ പറയുന്നത് കേട്ടാ തോന്നും സിറാജിൽ ഇത് എഴുതിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, അതല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ, കോൺഗ്രസ്സുകാരുടെ, മുസ്ലിം ലീഗിന്റെ, BJPയുടെ, മറ്റേതൊക്കെ പാർട്ടികളാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടഞ്ഞി. ഇപ്പൊ ഏതൊക്കെ ഇപ്പൊ ഉണ്ടായത്, ഏതൊക്കെ പാർട്ടികളാണ് ആരൊക്കെ ഉണ്ടാക്കാൻ പോണതെന്ന് പറഞ്ഞുകൂടാ. അവരുടെയൊക്കെ രാഷ്ട്രീയക്കാരറ്റ് എഴുതിയത് ആണോ? അവരാണോ എഴുതിയത്? ഇത് രാഷ്ട്രീയ കാര്യലേഖകനാണ്. രാഷ്ട്രീയ കാര്യലേഖകൻ എന്ന് പറഞ്ഞാൽ ആരുടെ രാഷ്ട്രീയ കാര്യലേഖകൻ? മാർക്സിസ്റ്റുകാരുടെയാണോ? കോൺഗ്രസ്സുകാരുടെയാണോ? BJPക്കാരുടെയാണോ? മറ്റാരുടെയെങ്കിലും ആണോ? മുസ്ലിം ലീഗുകാരുടേതാണോ? ഇതാരുടെ രാഷ്ട്രീയ കാര്യലേഖന? സമസ്തന്റെ രാഷ്ട്രീയ ഇതിനാളാ. സമസ്തന്റെ രാഷ്ട്രീയ കാര്യ ഇതിന് പേര് വെക്കാൻ വരെ ധൈര്യമില്ലാത്ത ആള് അല്ലേ, പേര് വെച്ചില്ല. എന്നിട്ട് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു എന്ന് പറയുമ്പോൾ മൂപ്പരിക്ക് അത് പ്രശ്നമല്ല, രാഷ്ട്രീയക്കാരൻ എഴുതിയതല്ല. എന്താ രാഷ്ട്രീയ കാര്യലേഖകൻ സിറാജിൽ എഴുതിയത്? സമസ്ത സെക്രട്ടറി അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു എന്നാണ്. അന്നത്തെ സമസ്തയുടെ സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ട്. EK അബൂബക്കർ മുസ്ലിയാർ ഫത്വ പുറപ്പെടുവിച്ചു എന്നാണ് അതിന്റെ അർത്ഥം എന്നൊക്കെ നമ്മൾ വിശദീകരിച്ചു കൊടുത്തു. നിങ്ങൾ നോക്കൂ, അപ്പോ മൂപ്പരതിന് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. സിറാജിലെ ലേഖനവും അതിസംബന്ധമായിട്ട് മൂപ്പര് പറഞ്ഞതും നിങ്ങളൊന്ന് കേൾക്കാം. ആ സിറാജിൽ ഒരു പണ്ഡിതന്റെ ലേഖനമല്ല, അതിന്റെ എഡിറ്റർ കോളല്ല, സിറാജിൽ ഉത്തരവാദിത്തമുള്ള ലേഖനമല്ല, ഏതോ ഒരു രാഷ്ട്രീയക്കാരൻ എഴുതിയ ഒരു ലേഖനം. സിറാജിൽ മുസ്ലിമീങ്ങളും എഴുതു, അമുസ്ലിമീങ്ങളും എഴുതു, രാഷ്ട്രീയക്കാരും എഴുതുക. ഒരു പത്രമാണ്, നിങ്ങൾക്കാണ് ഏത് പത്രം എന്തിന്. ആ പത്രത്തിൽ ഏതോ ഒരു രാഷ്ട്രീയക്കാരൻ എഴുതിയ ഒരു വാചകം, ആ വാചകത്തൊന്ന് വായിച്ചിട്ട് രക്ഷപ്പെടാന്ന് വിചാരിച്ചവര് കേട്ടോ. ഏതോ രാഷ്ട്രീയക്കാർക്ക് എന്തും തോന്നിയ ചെയ്താളുള്ളത് അങ്ങളെ സിറാജ്. എന്താണ് ഇയാൾ പറയുന്നത്? നിൽക്കക്കള്ളിയില്ല. അപ്പൊ പറയാണ് ഏതോ രാഷ്ട്രീയക്കാരൻ എഴുതിയതാണ്. അപ്പൊ നമ്മളത് ചോദിച്ചു, സിറാജിൽ എഴുതിയതിനൊക്കെ നിങ്ങൾക്ക് ബാധകാവില്ലേ? സിറാജിൽ വന്നതിനെപ്പറ്റി നിങ്ങൾക്കൊരു ഉത്തരവാദിത്വ ബോധമല്ലേ? എന്താ സിറാജ് എന്നൊക്കെ ഞാൻ വിശദീകരിക്കുന്നുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ കട്ടിയാണ് സിറാജ് അല്ലേ? അങ്ങനെയുള്ള ആ സിറാജിൽ എഴുതിയതിനൊന്നും നിങ്ങൾക്ക് ഉത്തരവാദിത്തല്ലേ എന്ന് ചോദിച്ചപ്പോ അതിനുള്ള മറുപടി ഒന്ന് കേട്ടോളി. എന്താ മറുപടി എന്നൊന്ന് കേട്ടോളി. ഏതോ രാഷ്ട്രീയക്കാരൻ എന്തോ എഴുതിയിട്ടുണ്ട്. പിന്നെ സിറാജിങ്ങളെ പത്രല്ലേ, സിറാജി തന്നെ പത്രം ഒരു വിഭാഗത്തിന്റെ പത്രമായതുകൊണ്ട് സിറാജി, ചന്ദ്രിക, മാധ്യമം, അതുപോലെ മനോരമ, അങ്ങനെ പല പത്രങ്ങളുണ്ട്. ഈ ഒരു പത്രം ഒരു വിഭാഗത്തിന്റെ ആയതുകൊണ്ട് അതിന് വരുന്ന എല്ലാ കാര്യവും പത്രത്തിന്റെ ആളുകൾക്ക് ഉത്തരവാദിത്തമുള്ളതാണ്. നല്ല കോളായി, ഓരോന്നിനും ഓരോ കണക്കുണ്ട്, അതിനൊക്കെ ഓരോ ഭാഗങ്ങളുണ്ട്. ഇവിടങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. മനോരമ, ചന്ദ്രിക ഒക്കെ മൂപ്പര് എണ്ണുന്നുണ്ട്. അതേമാതിരി സിറാജ് മനോരമക്കാര് പറഞ്ഞു ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പത്രാണ്, ചന്ദ്രികക്കാർ പറഞ്ഞു ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പത്രാണ്, മാതൃഭൂമിക്കാരോ മാധ്യമക്കാരോ പറഞ്ഞു ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പത്രാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പത്ര എന്നുള്ളതിലേക്കാണ് നിങ്ങൾ പറയുന്നതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ കേൾപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ആ ക്ലിപ്പ് ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ കാണാം, ഇടക്ക് മൂപ്പര് ഇങ്ങനെ ചാടുന്നു. എന്താ ഈ ചാടുന്നത്? ഇടക്കൊന്നും കൂടി പറയുന്നുണ്ട് മൂപ്പരെ. ആ പറഞ്ഞത് മൂപ്പര് പറയണ് സിറാജിൽ വന്ന്, ഞാൻ പറഞ്ഞു മൂപ്പരോട് സിറാജിൽ വന്നതിനൊക്കെ നിങ്ങൾക്ക് ഉത്തരവാദിത്തല്ലേ, സിറാജിൽ വന്നതിനൊക്കെ നിങ്ങൾക്ക് ഉത്തരവാദിത്തല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറയുന്ന ഒരു ഉത്തരമുണ്ട്. ആ ഉത്തരം നിങ്ങൾ കേൾക്കേണ്ടതാ. പക്ഷേ ഞാൻ ഗുരുതുല്യം സ്നേഹിക്കുന്ന ആളുകളും ഗുരുനാഥന്മാരും പണ്ഡിതന്മാരും പല ആളുകളും ഈ സദസ്സിലുള്ളത് കൊണ്ട് എനിക്കത് പറയാൻ വിഷമുണ്ട്.
മൂപ്പരൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. എന്ത്? സിറാജിൽ വരുന്നതൊക്കെ ഇപ്പൊ നമ്മളതാന്ന് വിചാരിച്ചിട്ട് എല്ലപ്പാണ്ട് ഓരോന്നിനും ഓരോ ഭാഗമുണ്ട് എന്നല്ല ഇപ്പൊ നിങ്ങൾ കേട്ടത്. അതിന്റെ ഇടക്ക് വേറെയും കുറച്ചും കൂടി ഉണ്ട്. അതും കൂടി നിങ്ങളൊന്ന് കേട്ടോളിൻ. എന്താണ് ആ പറഞ്ഞത്? ഉദാഹരണമൊക്കെ നിങ്ങളൊന്ന് കേട്ടോളിൻ. ഞാൻ പറഞ്ഞേരെ ബാക്കി കേട്ടോളിൻ. സുന്നത്തിയമാത്തിന്റെ പത്രമല്ലേ? സുന്നത്തിയമാത്തിന്റെ പത്രമല്ല, ആ പത്രത്തിൽ വരുന്ന എല്ലാ റിപ്പോർട്ടിനും ആലിമീങ്ങൾക്ക് ഉത്തരവാദിത്തം. മൗലവിയോട് ഞാൻ ചോദിക്കട്ടെ, മൗലവിന്റെ ഭാര്യ എന്നല്ലേ? ഭാര്യയുടെ എല്ലാ ഭാഗവും പിടിച്ചിട്ട് എല്ലാ ഭാഗവും പിടിച്ചിട്ട് ചില ഭാഗം ചെയ്യുന്നത് പോലെ ചുംബിക്കാൻ പറ്റുവാ? എല്ലാ സ്ഥലവും ചുംബിക്കാൻ പറ്റുവാ? എന്നറിയോ? ഓരോന്നിനും ഓരോ കണക്കുണ്ട്. അതിനൊക്കെ ഓരോ ഭാഗങ്ങളുണ്ട്. അനുവദിക്കപ്പെടുന്ന ഭാഗമുണ്ട്, അനുവദിക്കപ്പെടാത്ത ഭാഗമുണ്ട്. അതുപോലെ ചുംബിക്കാൻ പറ്റുന്ന ഭാഗമുണ്ട്, ചുംബിക്കാൻ പറ്റാത്ത ഭാഗമുണ്ട്. അങ്ങനെ വലുതുണ്ട്. ഉള്ള എല്ലാം അതിന്റെ ഭാര്യയെല്ലാം ചോദിച്ചിട്ട് കാര്യമല്ലോ. പക്ഷേ ഒരു വിവരമില്ലാത്ത മൗലവിമാരല്ലേ ഇതൊക്കെ പറഞ്ഞ് നടക്കാൻ പോകുന്നു. പിന്നെ അതിനെ പറ്റിയിട്ട് പറയാനാ? നല്ല വിവരമായി ചങ്ങാതി കയ്യില്. ഞാൻ വിശദീകരിച്ചിട്ട് അധികമായി പോണ്ട. പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടില്ലേ? പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടില്ലേ? നിങ്ങളെ ഭാര്യയെന്ന് വിചാരിച്ച് എല്ലായിടത്തും ഇങ്ങനെ തപ്പി ഇങ്ങനെ പിന്നെ അങ്ങനെ പറഞ്ഞു കേട്ടില്ല. ഞാൻ പറയുന്നില്ല. നോക്കൂ, നിങ്ങൾ ആ രൂപത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തിയില്ലേ? ഇതിന്റെ എവിടൊക്കെ പറ്റിയ എവിടൊക്കെ പറ്റാത്ത മൗലവിമാർക്ക് വല്ല വിവരവും വേണ്ടേ? എല്ലാ വിഷയത്തിലെ ഡോക്ടറേറ്റ് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ചില ആൾക്കാർ ചില കാര്യം പറഞ്ഞാൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കണല്ലോ. അവർക്ക് ഉണ്ട് എന്ന് പറയുന്നത് പിന്നെ നമ്മളില്ല എന്ന് പറഞ്ഞൂടല്ലോ. മാത്രല്ല, ഇതുകൊണ്ടായിരിക്കും മൂപ്പര് ഇടക്കിടക്ക് മൂപ്പര് എന്നോട് പറയുന്നുണ്ട്, ഒക്കങ്ങൾ നാദാപുരത്തിനാണ് പഠിക്കണ്ട, കുറച്ച് കുറ്റ്യാടിയിലേക്ക് എന്റെ അടുത്തേക്ക് വാ അന്ന് കൽപ്പിച്ചു. അങ്ങനെ എല്ലാം പഠിക്കണ്ട, കുറച്ച് കുറ്റ്യാടി വന്ന് പഠിച്ചു. ഒക്കെ നാദാപുരത്ത് പഠിക്കണ്ട. കണ്ടോ? ഒക്കെ നാദാപുരത്തുനിന്ന് പഠിക്കണ്ട. നാദാപുരത്തു നിന്ന് മാത്രല്ല, സ്റ്റേജുമൊന്നും പഠിക്കണ്ട, എന്റെ അടുത്തേക്ക് വാന്നാ പറയുന്നത്. കേട്ടോ? അതുകൂടി കേട്ടോ. മൗലവി അറിയില്ലെങ്കിൽ നേരിട്ട് വന്ന് പഠിച്ചൂടെ? പിന്നെ സ്റ്റേജ് കയറിയിട്ട് പഠിക്കണോ? ഈ സ്റ്റേജുമ്മ കയറി പഠിക്കാതെ നേരിട്ട് സ്വകാര്യത്തിൽ ചെന്ന് പഠിക്കണ്ട ഇൽമാപ്പതൊക്കെ? വേറെ ആളെ നോക്ക് പേരോടെ ഈ വയസ്സ് കാലത്ത് വെറുതെ. എന്താണ് മനുഷ്യന്മാരായി കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് ചിന്തിക്കണ്ടേ? ഇതൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ? പറയുമ്പോ ആലോചിക്കണ്ടേ? ചിന്തിക്കണ്ടേ? സിറാജിൽ വന്നതിനൊക്കെ നിങ്ങൾക്ക് ഉത്തരവാദിത്തമല്ലേന്ന് ചോദിച്ചതിന് മൂപ്പര് കണ്ടൊരു ഉദാഹരണേ. ഭാര്യയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വഷളൻ ഓരോ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് അനങ്ങിയ ഇയാൾക്ക് ഉദാഹരണം പറയുന്നത് ഹൈല്, നിഫാസ്, തൊലാഖ്, ഭാര്യ. ഇവരെ കാര്യമായ മസലകളാണ്. ഇതല്ലാതെ പറയാനല്ല വിചാരിച്ചാൽ അതുകൊണ്ടൊന്നും നിങ്ങൾ രക്ഷപ്പെടൂല കേട്ടോ. നിങ്ങളുടെ സിറാജിൽ വന്ന ഉദ്ധരണി നിങ്ങളുടെ പുറത്ത് വെച്ച് കെട്ടും. രക്ഷപ്പെടാനൊന്നും കഴിയില്ല. ഏതോ രാഷ്ട്രീയക്കാരനെ ആവും, ഏതോ രാഷ്ട്രീയക്കാർക്ക് കയറി എഴുതാൻ പറ്റിയതാ. ഞങ്ങളൊരു ലേഖനം തരാം, നിങ്ങൾ കൊടുക്കുവോ? ഞങ്ങളൊരു ലേഖനം തരാം, നിങ്ങൾ കൊടുക്കുവോ? കൊടുക്കൂലാന്ന്. അപ്പൊ ഇതിപ്പോ മൂപ്പർക്ക് എന്തോ ഒന്നിന് പറ്റാത്ത ഭാഗത്ത് വന്നതാ. സിറാജ് ഇപ്പൊ അങ്ങനെയല്ലോ, പറ്റണ ഭാഗം പറ്റാത്ത ഭാഗമുണ്ട്. ഭാര്യാന്ന് സങ്കല്പിക്കുക, പറ്റണത് പറ്റാത്തത്. ഇതിപ്പോ പറ്റാത്ത ഭാഗത്താ വന്നത് മൂപ്പരതിൽ. ഈ രൂപത്തിൽ ഇങ്ങനെ നീ ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ. കേവിനവർ കാഫറാക്കിയിട്ടുണ്ടോ ഇല്ലേ? ഞങ്ങളെ പണ്ഡിതന്മാര് കാഫറാക്കിയിട്ട് കാണിച്ചു തരാൻ പറ്റുമോ എന്നൊരു വെല്ലുവിളിക്കുന്നുണ്ടോ മുമ്പര്. ആ വെല്ലുവിളി എന്ന് ആദ്യം കേൾക്കിൻ. കേവിനെ കാഫറാക്കിയല്ലോ എന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ആ വെല്ലുവിളി എന്ന് കേൾക്കിൻ. നിങ്ങൾ കാഫറാക്കിയതിനു മുമ്പ് ഉണ്ടെങ്കിൽ മൗലവി കെ.വി. മുഹമ്മദ് മുസ്ലിയാർ കാഫറാണ് എന്ന് ഈ ഞാനോ പോകട്ടെ സുന്നത്ത് ജമാഅത്തിന്റെ ഏതെങ്കിലും പണ്ഡിതന്മാരോ എഴുതിയതോ പ്രസംഗിച്ചതോ ഒരു രേഖ ഈ ചേറ്റുകെട്ടിയിൽ വന്ന് പ്രസംഗിച്ച സെലഫിയെ കൊണ്ടുവന്ന മുജാഹിദുകൾ, മൗലവിമാര്, ഏതെങ്കിലും ഒരു മനുഷ്യന് കഴിയുമെങ്കിൽ മനുഷ്യത്വമുണ്ടെങ്കിൽ കൊണ്ടുവരണം. നിങ്ങൾ മനുഷ്യന്മാരാണ് കൊണ്ടുവരണം. മനുഷ്യന്മാരാ പറയണേ ഇതാ കൊണ്ടുവന്നിരിക്കുന്നു. ശ്രദ്ധിച്ചോ നിങ്ങൾ എന്താ വിചാരിച്ച്? അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരു കാഫിറായ ആള് പറയുന്ന സർവ്വ വർത്തമാനങ്ങളും ഈ കെ അബൂബക്കർ മുസ്ലിയാര് കെ.വി. പറഞ്ഞതായി കെ.വിയെ പറ്റി നിങ്ങളുടെ സുന്നി വോയിസിൽ എഴുതിയിരിക്കുന്നു.